بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഉസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിൻ്റെ അനുഗ്രഹീതമായ ദിവസങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. ലോകചരിത്രത്തിൽ റജബിനെ ആദരിക്കാത്ത ഒരു സമൂഹവും കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ് ചരിത്രപരമായ വസ്തുത. റജബിനെ ആദരിക്കുക എന്നത് ഈമാനിൻ്റെ ഭാഗമാണ്. അമല് കൊണ്ട് ധാരാളം കാര്യങ്ങൾ റജബിനെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യാൻ പരിശുദ്ധമായ ശറഅ് നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. റമദാനുമായി ബന്ധപ്പെട്ട് വരുന്ന മിക്കവാറും അമലുകൾക്ക് റജബ് കൊണ്ട് തുടങ്ങാം. ഉദാഹരണം ഖത്മുൽ ഖുർആൻ, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ. ഇതൊക്കെ റമദാൻ വരെ കാത്തിരിക്കേണ്ടതില്ല. റമദാനിലേക്ക് ഉദ്ദേശിക്കുന്നത് റജബ് കൊണ്ട് തുടങ്ങാം എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നതായി കാണാം. പുണ്യമാക്കപ്പെട്ട റജബ് മാസം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അമലുകളുടെ കൂട്ടത്തിൽ രണ്ട് പ്രധാന സൂറത്തുകളും രണ്ട് പ്രധാന ദിക്റുകളുമാണ് ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് പറയുന്നത്. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ, അമല് ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ. ആ മുഖം വലിച്ചു നീട്ടുന്നില്ല. പുണ്യ റജബിൽ റജബ് 1 മുതൽക്ക് നമുക്ക് ഓതൽ പ്രത്യേകം പരിഗണിക്കപ്പെടേണ്ടതായ വളരെ ശ്രേഷ്ഠതയുള്ള രണ്ട് സൂറത്തുകളിൽ ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, രണ്ട് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹ്. ഈ രണ്ട് സൂറത്തുകൾ പരമാവധി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് അതിൻ്റെ പരിശുദ്ധമായ മതത്തിൻ്റെ നിലപാട്. അതിന് കൃത്യമായ കാര്യങ്ങൾ മഹാന്മാരായ ഉലമാ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റജബ് മാസത്തിൽ വർദ്ധിപ്പിക്കേണ്ട ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. സ്വലാത്തും അടിസ്ഥാനപരമായ ദിക്ർ തന്നെയാണ്. അപ്പോൾ റജബ് മാസത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട രണ്ട് സൂറത്ത്, ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, രണ്ട് സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്. അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ ഫാത്തിഹ എന്നത് മനപ്പാടമില്ലാത്ത മുസ്ലിമീങ്ങൾ കുറവാണ്. എന്തുകൊണ്ടാണ് റജബ് മാസവും ഫാത്തിഹയും തമ്മിൽ ഒരു ബന്ധം? ഫാത്തിഹയുടെ അവതരണം റജബ് മാസത്തിലാണ് എന്ന് മഹാന്മാരായ ഉലമാ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. 80,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടെയാണ് സൂറത്തുൽ ഫാത്തിഹ അവതരിച്ചത് എന്നതാണ് മുഫസ്സിരീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. നിസ്കാരത്തിന്റെ ഘടനയിൽ ഫാത്തിഹയുടെ സ്ഥാനം എത്രയാണ്? യഥാർത്ഥത്തിൽ ഈ ഫാത്തിഹ എന്ന ഖൗലിയായ ഫർദിനെ ഫിഅലിയായ മറ്റു ഫർദുകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതിൻ്റെ ആ പ്രവൃത്തിക്ക് പറയുന്നതാണ് നിസ്കാരം എന്നുള്ളത്. ഫാത്തിഹ ഒരു മനുഷ്യ ജീവിതത്തിൽ നിർബന്ധമായി മനപ്പാഠമായി ഉണ്ടാവേണ്ട ഒരു അധ്യായമാണ്. ഫാത്തിഹ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കാ ജീവിതത്തിലും അവതരിച്ചിട്ടുണ്ട്, മദീന ജീവിതത്തിലും അവതരിച്ചിട്ടുണ്ട് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു. എന്ന് പറഞ്ഞാൽ 2 വട്ടം വഹിയായി അവതരിച്ചിട്ടുണ്ട് എന്ന് അതിൻ്റെ സാധ്യത മഹാന്മാരായ ഉലമാ പറയുന്നുണ്ട്. പുണ്യമാക്കപ്പെട്ട റജബിൻ്റെ ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് സൂറത്തുൽ ഫാത്തിഹ. റജബിലെ അത്ഭുതമാണ് ഫാത്തിഹ അഥവാ ആ 7 ആയത്തുകൾ. സൂറത്തുൽ ഫാത്തിഹ 7 ആയത്തുകളാണ്. റജബിലെ അത്ഭുതമാണ് ആ 7 ആയത്തുകൾ, അതായത് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ എന്നത് പരിശുദ്ധ ഖുർആനിന്റെ അൽ ബഖറ മുതൽ അന്നാസ് വരെയുള്ള സർവ്വ അധ്യായങ്ങളെയും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നത് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. അൽ ബഖറ മുതൽ അന്നാസ് വരെയുള്ള 113 അധ്യായങ്ങളുടെയും ഉള്ളടക്കമാണ് സൂറത്തുൽ ഫാത്തിഹ. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഓതുക വഴി ഒരു മനുഷ്യന് കിട്ടുന്നത് അൽ ബഖറ മുതൽ അന്നാസ് വരെയുള്ള സർവ്വ സൂറത്തുകളെയും ഓതിയ പോലെ, അതോടൊപ്പം തന്നെ ഫാത്തിഹ ഓതുന്നതിൻ്റെയും ഇങ്ങനെ 2 കൂലി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ഫാത്തിഹ കൊണ്ട് യഥാർത്ഥത്തിൽ അവിടെ
നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പ്രതിഫലം പരിശുദ്ധ ഖുർആനിന്റെ പരിപൂർണമായ ഒരു പാരായണമാണ്. എന്തുകൊണ്ട്? ഇമാം ഫഖറുദ്ദീൻ റാസി തഫ്സീറുൽ കബീറിലും മറ്റും പറയുന്നത് സൂറത്തുൽ ഫാത്തിഹ ഖുർആനിന്റെ മുഴുവനും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഖാലൽ ഇമാം ഫഖറുദ്ദീൻ റാസി അൽ മഖ്സൂദ് മിനൽ ഖുർആനി കുല്ലിഹി തഖ്രീറു ഉമൂരിൻ അർബഅ. 4 കാര്യങ്ങളെ സ്ഥിരീകരിക്കലാണ് ഖുർആനിന്റെ മൊത്തവും കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അത് ഒന്ന് അൽ ഇലാഹിയാത്ത് വൽ മആദ് വ ഇസ്ബാത്തുൽ ഖളാഇ വൽ ഖദരി ലില്ലാഹി തആല വൻ നുബുവാത്ത്. ഈ 4 കാര്യങ്ങൾ ഫാത്തിഹയിലുണ്ട്. ഇലാഹിയാത്ത്, അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ച് പറയുന്ന സ്ഥിരീകരണം പരിശുദ്ധമായ ഖുർആനിന്റെ അൽ ബഖറ മുതൽ അന്നാസ് വരെ യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തേത് നമ്മുടെ മടക്കത്തെക്കുറിച്ചുള്ളതായ കാര്യം, പരലോകത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു അൽ ബഖറ മുതൽ അന്നാസ് വരെ പരിശുദ്ധ ഖുർആൻ. പിന്നെ മൂന്നാമത് പറഞ്ഞത് അള്ളാഹുവിന്റെ ഖദറും ഖലാവും, പടച്ചവന്റെ തീരുമാനങ്ങളെക്കുറിച്ച്, അതിലുള്ള വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട് അൽ ബഖറ മുതൽ അന്നാസ് വരെ. നാലാമത്തെ കാര്യം മഹാന്മാരായ പ്രവാചകന്മാരുടെ നുബുവത്തുകളെ കുറിച്ചുള്ള ചർച്ചയാണ്. അതും അൽ ബഖറ മുതൽ അന്നാസ് വരെ പരിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്നു. എന്നാൽ ഇത് 4 യഥാക്രമം പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇമാം റാസി പറയുന്നു, ഒരു മനുഷ്യൻ സൂറത്തുൽ ഫാത്തിഹ ഓതുക വഴി പരിശുദ്ധമായ ഖുർആനിന്റെ അൽ ബഖറ മുതൽ അന്നാസ് വരെയുള്ള ഭാഗങ്ങളുടെ ലക്ഷ്യത്തിലൂടെ അവൻ പാരായണം നടത്തിക്കഴിഞ്ഞു. സൂറത്തുൽ ഫാത്തിഹയിലെ ബിസ്മി കഴിഞ്ഞിട്ട് പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആ ഒരായത്ത് ഓതുക വഴി ഒരു മനുഷ്യൻ അവിടെ സ്ഥാപിക്കുന്നത് അൽ ബഖറ മുതൽ അന്നാസ് വരെയുള്ള ഇലാഹിയാത്തിന്റെ ചർച്ച, അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ചുള്ള ചർച്ചയാണ് അവിടെ സ്ഥിരീകരിക്കുന്നത്. രണ്ടാമത് സൂറത്തുൽ ഫാത്തിഹ മാലിക് യൗമിദ്ദീൻ എന്ന ആയത്ത് ഓതുന്ന സമയത്ത് ഒരു മനുഷ്യൻ അവിടെ അതിലൂടെ പരിശുദ്ധ ഖുർആൻ അൽ ബഖറ മുതൽ അന്നാസ് വരെ ചർച്ച ചെയ്തിട്ടുള്ള പ്രധാന ഭാഗമായ മആദ്, പരലോകത്തെ കുറിച്ചുള്ള വിഷയം, മാലിക് യൗമിദ്ദീൻ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമ എന്ന് അള്ളാഹുവിനെ വിശേഷിപ്പിക്ക വഴി നേരത്തെ പറഞ്ഞ ഖുർആനിൽ ഉൾപ്പെടുത്തപ്പെട്ട ആ 4 പാർട്ടുകളിലെ രണ്ടാമത്തെ കാര്യവും ഒരു മനുഷ്യൻ പാരായണത്തിലൂടെ അത് കടന്നു കഴിഞ്ഞു. മൂന്നാമത്തേത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഓതുമ്പോൾ അള്ളാഹുവിനെ ആരാധനയും അള്ളാഹുവിനോട് മാത്രം സഹായം തേടലും ഒക്കെ അടിസ്ഥാനപരമായി അങ്ങനെ അത് ഒരാൾ പാരായണം ചെയ്യുന്ന ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ പാരായണം ചെയ്യുക വഴി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഖലാഇനെ ആ മനുഷ്യൻ അംഗീകരിക്കലാണ് സൂറത്തുൽ ഫാത്തിഹയിലൂടെ. പിന്നെയോ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹു നിഅമത്ത് ചെയ്തവരുടെ വഴിയിലേക്ക് ചേർക്കണേ എന്ന് പാരായണം ചെയ്യുന്ന ആ ആയത്തുകളിലൂടെ, സിറാത്ത് മുസ്തഖീമിലേക്ക് ചേർക്കുക എന്ന് പറയുന്ന ആയത്തുകളിലൂടെ ഒരു മനുഷ്യൻ ഇവിടെ എത്തി നിൽക്കുന്നത് നുബുവത്തുകളെ അൽ ബഖറ മുതൽ അന്നാസ് വരെ ചർച്ച ചെയ്ത ആ ആശയത്തെ ആ മനുഷ്യൻ അംഗീകരിക്കാണ്. അപ്പൊ വെറുതെ പറഞ്ഞതല്ല, അൽ ബഖറ മുതൽ അന്നാസ് വരെ ഉള്ള 113 അധ്യായങ്ങളും സൂറത്തുൽ ഫാത്തിഹയിൽ ഉണ്ട് എന്നത് വെറുതെ പറഞ്ഞതല്ല. പുണ്യമാക്കപ്പെട്ട റജബിൽ ഈ 7 അത്ഭുത ആയത്തുകൾ, അതായത് സൂറത്തുൽ ഫാത്തിഹയിലെ 7 ആയത്തുകൾ പാരായണം ചെയ്യൽ വർദ്ധിപ്പിക്കണം. അതുവഴി ഒരു മനുഷ്യൻ നേടിയെടുക്കുന്നത് പരിശുദ്ധമായ ഖുർആനിന്റെ പരോക്ഷമായ ഖത്മാണ്, ഖത്മുൽ ഖുർആനാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ ഫാത്തിഹ ഒരാൾ വർദ്ധിപ്പിക്കുക വഴി ആ മനുഷ്യന്റെ നാവ് കൊണ്ട് എന്ത് പറഞ്ഞാലും ഫലിക്കും എന്നുള്ളതാണ്. സൂറത്തുൽ ഫാത്തിഹ നിരന്തരം ഓദിക്കും, അതെന്തെങ്കിലും ഫലിക്കാൻ വേണ്ടിയിട്ട് എന്റെ നാവിനെ ഞാൻ അങ്ങനെ മാറ്റിയെടുക്കുന്നു എന്ന നെയ്യത്തിലല്ല, അള്ളാഹു കൂലി തരണമെന്ന നെയ്യത്തില്. ഫാത്തിഹ ഓതുന്ന ആളെ അള്ളാഹുവിന് വലിയ ഇഷ്ട സൂറത്തുൽ ഫാത്തിഹ വർദ്ധിപ്പിക്കുന്ന ആള്. ഒരാള് സൂറത്തുൽ ഫാത്തിഹ നിരന്തരം ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ നാവ് കൊണ്ട് പറയുന്ന കാര്യം വേഗം ഫലമുള്ളതായി കാണുമെന്ന് മഹാന്മാരായ അയിമ്മത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു മഹത്തായ ഹദീസ് ഇമാം തുർമുദിയുടെ ജാമിഇലുണ്ട്. മഹാനായ ഇമാം നസായി അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അൻസലല്ലാഹു ഫി തൗറാത്തി വലാ ഫിൽ ഇൻജീലി മിഥല ഉമ്മുൽ ഖുർആനി വഹിയ സബഉൽ മഥാനി വഹിയ മഖ്സൂമത്തുൻ ബൈനി വബൈന ഇബ്ദി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹു തആല തൗറാത്തിലോ ഇൻജീലിലോ ഉമ്മുൽ ഖുർആൻ എന്ന പേരിലുള്ള അധ്യായം പോലെയുള്ള ഒന്ന് ഇറക്കിയിട്ടില്ല. ഉമ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പേരാണ്. ഉമ്മുൽ ഖുർആൻ അതുപോലെയുള്ള ഒരു അധ്യായം തൗറാത്തിലോ ഇൻജീലിലോ അള്ളാഹു ഇറക്കിയില്ല. എന്താ പറഞ്ഞതിനർത്ഥം? അതായത്
മാ അൻസലല്ലാഹു ഫിത് തൗറാത്തി വലാ ഫിൽ ഇൻജീലി മിസ്ല ഉമ്മിൽ ഖുർആൻ ഇന്നല്ലാഹ ലാ യുഅതി ലിഖാരിഇത് തൗറാത്തി വലൽ ഇൻജീൽ മിനസ് സവാബി മിസ്ല മാ യുഅതി ലിഖാരി ഉമ്മിൽ ഖുർആൻ. സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന ഒരാൾക്ക് തൗറാത്ത് മുഴുവനും ഓതി തീർത്താൽ കിട്ടൂല അത്രയും കൂലി, ഇൻജീലും മൊത്തവും ഓതി തീർത്താൽ കിട്ടൂല അത്രയും കൂലി. സൂറത്തുൽ ഫാത്തിഹ മാത്രം ഓതുന്ന ആൾക്ക് തൗറാത്ത് ഖത്തം തീർത്താലും ഇൻജീൽ ഖത്തം തീർത്താലും കിട്ടുന്ന കൂലിയേക്കാളും വലിയ കൂലിയാണ് കിട്ടുക എന്നതാണ് അതിലൂടെ ഹബീബ് പറഞ്ഞതെന്ന് മഹാന്മാരായ ഹദീസ് വ്യാഖ്യാന പണ്ഡിതന്മാർ ഇബ്നു ഹിബ്ബാൻ തങ്ങളെ പോലെയുള്ളവര് അഭിപ്രായം പറയുന്നു, വിശദീകരണം കൊടുക്കുന്നു. മാ അൻസലല്ലാഹു ഫിത് തൗറാത്തി വലാ ഫിൽ ഇൻജീലി മിസ്ല ഉമ്മിൽ ഖുർആൻ. പരിശുദ്ധമായ ഖുർആനിലെ ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. 14ഓളം പേരുകൾ ഇമാം ബൈളാവി രേഖപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് 14ഓളം പേര്, അതിൽപ്പെട്ട ഒരു പേരാണ് ഉമ്മുൽ ഖുർആൻ. ഖുർആന്റെ ഉമ്മ എന്ന് പറയാം. ഖുർആന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ അൽ ബഖറ മുതൽ അന്നാസ് വരെയുള്ളതിനെ ഉദരത്തിൽ ചുമക്കുന്ന ആളാണ് അൽ ഫാത്തിഹ. അപ്പോ ഖുർആന്റെ ഉമ്മ ഉമ്മുൽ ഖുർആൻ. സൂറത്തുൽ ഫാത്തിഹ ഒരാൾ പാരായണം ചെയ്യുമ്പോൾ ഇൻജീലും തൗറാത്തും ഖത്തം തീർക്കുന്നതിനേക്കാളും കൂലിയുണ്ട് എന്നതാണ് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു നമുക്ക് ഈ അധ്യായത്തിന്റെ ബറക്കത്തുകളിൽ ചേരാൻ തൗഫീഖ് നൽകട്ടെ. എന്തിനാ ഇത് പറഞ്ഞത്? റജബ് മാസം സൂറത്തുൽ ഫാത്തിഹയുടെ അവതരണം കൊണ്ട് അനുഗ്രഹീതമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. റജബിലെ അത്ഭുതമാണ് ഈ 7 ആയത്തുകൾ. റജബ് എന്ന് പറയുന്ന മാസം അള്ളാഹു പവിത്രമാക്കിയതിന്റെ ഒരു കാരണവും കൂടി അതാണ് ഈ ഫാത്തിഹയുടെ അവതരണം. എങ്കിൽ ഈ 7 ആയത്തുകൾ റജബ് മാസത്തിൽ നമ്മുടെ നാവിൻ തുമ്പിൽ നിർബന്ധമായും ഉണ്ടാവണം. ഈ 7 ആയത്തുകൾ, അതായത് സൂറത്തുൽ ഫാത്തിഹ ഒരു വട്ടം ഓതുക വഴി അള്ളാഹുവിന്റെ ഖുർആൻ പരിപൂർണമായും ഖത്തം ചെയ്തതിന്റെ പരോക്ഷമായ ഒരു പ്രതിഫല സ്ഥാനം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഒത്ത് ഒരിക്കൽ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്, നമ്മൾ മുമ്പ് പറഞ്ഞതും കൂടിയാണ്. അങ്ങനെ ഇരിക്കെ ഹബീബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുക അലൈഹിമുസ്സലാത്തു വസ്സലാം. ആ സമയത്ത് പെട്ടെന്ന് ആകാശത്തിൽ നിന്നും ഒരു പഴയ ഡോറ് തുറക്കുന്ന പോലെ ഒരു വലിയ ശബ്ദം കേട്ടു. അങ്ങനെ ഉണ്ടല്ലോ, പഴയ കോവിലകത്തിന്റെയും പഴയ പള്ളികളുടെ ഒക്കെ ഡോറ് ഇങ്ങനെ നല്ല ഭാരമുള്ള നല്ല തടിച്ച ഡോറായിരിക്കും. നമ്മുടെ മുനവർ ഷാ തങ്ങളുടെ ജാറത്തിന്റെ മക്കാമിന്റെ ഡോറ് പോലെ നല്ല, അതങ്ങനെ തുറക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്. ഇത് തുറക്കുമ്പോഴും ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു സൗണ്ട്, ഏതോ ഒരു വലിയ കവാടം തുറക്കുന്ന, വലിയ ഒരു ഗേറ്റ് തുറക്കുന്ന ഒരു ശബ്ദം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. ആ സമയത്ത് അവിടുന്ന് ആകാശത്തേക്ക് നോക്കി. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കൂടെയുണ്ടല്ലോ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ നബിയോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാദാ ബാബും മിനസ് സമാ. ആകാശത്തിലെ ഒരു കവാടമാണ് നബിയത്. ഫുതിഹൽ യൗം ലം യുഫ്തഹ ഖത്തു ഇല്ലൽ യൗം. ഇതിനു മുമ്പ് ഒരിക്കലും ഈ കവാടം തുറന്നിട്ടില്ല. ഒരു പ്രാവശ്യം അത് തുറക്കാതെ ഇന്നാ തുറന്നത്. ഇപ്പൊ തുറന്നത് ആ കവാടമാണെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ഇത് ആകാശത്തിലെ ഒരു കവാടമാണ്. ഇത് മുമ്പ് ഒരിക്കലും തുറന്നിട്ടില്ല. അത് ഇപ്പോഴേ തുറന്നിട്ടുള്ളത്. ഒരിക്കലേ തുറക്കൂ. അത് തുറന്നത് ഇപ്പോഴാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ആ കവാടത്തിലൂടെ വേഗം ഒരു മലക്ക് താഴേക്ക് ഇറങ്ങി വന്നു. ആ മലക്ക് ഇറങ്ങി വന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. അവിടത്തോട് സലാം പറഞ്ഞു. അവിടുന്ന് വലിയ സന്തോഷത്തോടുകൂടി ആ മലക്കിന്റെ സലാം മടക്കി. എന്നിട്ട് ആ മലക്ക് പറഞ്ഞു, അബ്ശിർ ബിനൂറൈനി, 2 പ്രകാശം അള്ളാഹു തന്നിട്ടുണ്ട്. മുമ്പൊരിക്കലും ഒരു നബിയും ആ പ്രകാശം കിട്ടിയവരല്ല. അങ്ങനത്തെ 2 പ്രകാശം അങ്ങേക്ക് അള്ളാഹു തന്നിട്ടുണ്ട്. ആ 2 പ്രകാശം കൊണ്ട് അങ്ങ് സന്തോഷിച്ചോ നബിയെ എന്ന് ആ കവാടം വഴി താഴേക്ക് ഇറങ്ങിയ മലക്ക് പറഞ്ഞു. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം സാക്ഷിയാണ്. ഏതാണ് ആ 2 പ്രകാശം? ഒന്നാമത്തെ പ്രകാശം ഫാത്തിഹത്തുൽ കിതാബ്, പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹ. രണ്ടാമത്തെ പ്രകാശം വഖവാതിമു സൂറത്തുൽ ബഖറ, അൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ. ആമനർ റസൂലു എന്ന് തുടങ്ങുന്ന 2 ആയത്തുകൾ. ഇത് 2ഉം പ്രകാശ നബിയെ മുമ്പ് ഒരു നബിക്കും ഇത് കിട്ടിയിട്ടില്ല എന്ന് മഹാനായ മലക്ക് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാം. എന്നിട്ട് പറഞ്ഞു, സൂറത്തുൽ ഫാത്തിഹ ആയാലും ആമനർ റസൂലു ആയാലും
ഇതിലെ പാരായണം വഴി ഒരു മനുഷ്യൻ ഒരു അക്ഷരമെങ്ങാനും ഉച്ചരിച്ചാൽ, സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു അക്ഷരം ഉച്ചരിച്ചാലും, അല്ലെങ്കിൽ ആമന റസൂൽ ഓതുമ്പോൾ അതിലെ ഒരക്ഷരം ഒരാൾ ഉച്ചരിക്കുന്നുവെങ്കിൽ അല്ലാഹു തആല അല്ലാഹു പറഞ്ഞു ആ മനുഷ്യന് മറ്റൊരിക്കലും കൊടുക്കാത്തൊരു പ്രതിഫലമായിരിക്കും ഞാൻ കൊടുക്കുക എന്ന് അല്ലാഹ് പറഞ്ഞതായി ആ മലക്ക് ഹബീബിന്റെ മുന്നിൽ പറയുകയാ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും ശ്രേഷ്ഠതയാണ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഉള്ളത്. അത് റജബിന്റെ സമ്മാനമാണ്. റജബ് മാസത്തിൽ സൂറത്തുൽ ഫാത്തിഹ വർദ്ധിപ്പിക്കണം. അങ്ങനെ ഫാത്തിഹ വർദ്ധിപ്പിക്കുന്ന ശീലമില്ലെങ്കിൽ റജബിൽ പ്രത്യേകിച്ച് നമ്മൾ അത് ചെയ്യണം. ഒരുപാട് പ്രതിഫലം കിട്ടുക. ഖുർആൻ പാരായണത്തിന്റെ ഒരു പ്രതിഫലമുണ്ട് ഇതിൽ. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് അള്ളാഹു വെച്ചിരിക്കുന്ന മറ്റ് ധാരാളം നേട്ടങ്ങളുണ്ട്. അത് മുഴുവനും കിട്ടും. നമ്മുടെ ഖൽബ് നന്നാവും. സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ഒരാളുടെ തൗഹീദ് സ്ഥിരപ്പെടും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത് നമ്മൾ വർദ്ധിപ്പിക്കൽ വളരെ മഹത്വമുള്ളതായി മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ള പരിശുദ്ധമായ റജബ് മാസത്തിന്റെ രണ്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ്. സാധാരണ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ട ആൾക്ക് വേണ്ടിയിട്ട് 70,000 ദിക്ർ ചൊല്ലി ഹദിയ ചെയ്യൽ ഉണ്ട്. അതാഖത്തു സുഗ്റ എന്നാണ് അതിന് പറയാം. മഹാനായ ശൈഖുന കാളമ്പാടി ഉസ്താദ് ഞങ്ങൾക്ക് ബുഖാരിയുടെ ക്ലാസ്സിൽ വെച്ച് പറഞ്ഞു തന്നതാണിത്. ധാരാളം ഫുഖഹ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ 70,000 ദിക്ർ ചൊല്ലി ഹദിയ ചെയ്യാറുണ്ട്. അത് ആ ഖബറാളിക്ക് വലിയ നേട്ട കൊടുക്കുന്നത്. രണ്ടാമത് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയത് അതിന്റെ ഏറ്റവും മുകളിൽ ഉള്ള ടൈപ്പ് അതാഖത്തു സുഗ്റ, ചെറിയ മോചനം എന്നതാണ് 70,000 ദിക്ർ. അല്ല അതാഖത്തുൽ കുബ്ര, വലിയ മോചനം, ഖബറാളിക്ക് വലിയ മോചനം, അള്ളാന്റെ ശിക്ഷയിൽ നിന്നുള്ള വലിയ മോചനം കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് ചെറിയ മോചനത്തിന് 70,000 ദിക്ർ, വലിയ മോചനത്തിന് 1,00,000 ഖുൽ ഹുവല്ലാഹു അഹദ്. ധാരാളം മഹത്വം ആ അധ്യായത്തിനുണ്ട്. ഞാൻ കൂടുതലിലേക്ക് കടന്നു വരുന്നില്ല. ധാരാളം മഹത്വം. ഈ ഖുൽ ഹുവല്ലാഹു അഹദ് അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തു തൗഹീദ് എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ ചുരുക്കെഴുത്ത്, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിനെ കുറിച്ച് പറയാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു വ്യാഖ്യാനമാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിനെ കുറിച്ച് പറയാൻ കഴിയുന്ന ഏറ്റവും നല്ല വ്യാഖ്യാനമാണ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വലിയ ശ്രേഷ്ഠതയുള്ള അധ്യായം. ഒരു മനുഷ്യന് പ്രശസ്തി വേണോ? ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്താൽ മതി. മഹാന്മാര് പറയുന്നത് കേട്ടോളൂ. മഹാനായ ഇമാം ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തുൽ ഇഖ്ലാസിന്റെ വ്യാഖ്യാനം പറയുന്നോടത്ത് പറയുന്നുണ്ട് ഒരു ഹദീസ്. അന്നഹു കാന ജിബ്രീൽ അലൈഹിസ്സലാം മഅ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഹബീബായ നബിയുടെ കൂടെ ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട്. ആ സമയത്ത് മഹാനായ അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി പുണ്യ നബിയുടെ അടുക്കലേക്ക് വന്നു. വന്നിട്ടോ മഹാനായ അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ വന്നു. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയെ ഹാദാ അബൂദർ ഖദ അഖ്ബല. ആ വരുന്നത് അബൂദർ അല്ലേ നബിയെ? അതേ ജിബ്രീൽ, ദേ മൂപ്പർ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പുണ്യ നബി ചോദിച്ചു, അല്ല ജിബ്രീലേ, അതഅരിഫൂന അബൂദറിനെയൊക്കെ നിങ്ങൾക്ക് അറിയോ? അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു നേരെ നടന്നു വരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബിനോട് പറഞ്ഞു, നബിയെ അബൂദറല്ലേ ആ വരുന്നത്? അബൂദർ ഇങ്ങോട്ട് വരാണല്ലോ, എന്താണോ? ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പുണ്യ നബി ചോദിച്ചു, അതഅരിഫൂന, നിങ്ങൾ മലക്കുകളൊക്കെ അബൂദറിനെ അബൂബക്കറിനെ ഒക്കെ അറിയോ? റളിയല്ലാഹു അൻഹു. നമ്മളെ അറിയണം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹുവ അസ്ഹറു ഇൻദനാ മിൻഹു ഇൻദകും. നിങ്ങൾ ഈ സ്വഹാബികളുടെ, ഈ മക്കയിലുള്ള ആളുകൾ, മദീനത്തുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ഭൂമിയിലുള്ള നബിയുടെ സ്വഹാബികളുടെ ഇടയില്, മുസ്ലിമീങ്ങളുടെ ഇടയിൽ അബൂദർ പ്രശസ്തനാണ് എന്നതിനേക്കാളും പ്രശസ്തനാണ് കോടിക്കണക്കിന് മലക്കുകളുടെ ഇടയിൽ ഈ മഹാൻ എന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അബൂദർ റളിയല്ലാഹു അൻഹു സ്വഹാബികളുടെ ഇടയിൽ, മുസ്ലിമീങ്ങളുടെ ഇടയിൽ, ലോകത്തുള്ള മനുഷ്യന്മാരുടെ ഇടയിൽ ഭൂമിയിൽ പ്രശസ്തനാണ്. ഓക്കെ, പക്ഷെ അതിലും പ്രശസ്തനാണ് ആകാശത്തിൽ എന്നല്ല, അള്ളാഹുവിന്റെ സൃഷ്ടികളായ മലക്കുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ മുഴുവനും അബൂദർ പ്രശസ്തനാണ് നബിയെ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
റസൂലുള്ളാഹി ചോദിച്ചു, ബിമാദാ നാല ഹാദിഹിൽ ഫളീല, അബൂദറിൽ ഗിഫാരി ഇത്രയും വലിയ പദവി ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹം എന്ത് അമലാ ചെയ്തത്? ഖാല ലിസ്ഗരിഹി ഫീ നഫ്സിഹി വകസറതി ഖിറാഅതിഹി ഖുൽ ഹുവല്ലാഹു അഹദ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, രണ്ട് കാരണം കൊണ്ടാണ് ഇദ്ദേഹം പ്രശസ്തനായത്, മലക്കുകളുടെ ഇടയിൽ ഫേമസ് ആണ്. രണ്ട് കാരണമുള്ളത്. ഒന്ന് അദ്ദേഹത്തിന്റെ വിനയം, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തേത്, അദ്ദേഹം ധാരാളം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്നുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ് ധാരാളം ഓതുന്ന ആളായതുകൊണ്ട് അദ്ദേഹം പ്രശസ്തനായി എന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ഞാൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഏറ്റവും മനോഹരമായ വ്യാഖ്യാനമാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. അപ്പോൾ ഒരു മനുഷ്യൻ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക വഴി തൗഹീദിനെ സ്ഥാപിക്കാണ്. റജബ് തൗഹീദിന്റെ മാസമാണ്. എന്തുകൊണ്ട്? റജബിനെ കുറിച്ച് പറയപ്പെട്ടത് റജബുൻ ഷഹ്റുല്ലാഹ്, റജബ് അള്ളാന്റെ മാസം. റജബ് അള്ളാന്റെ മാസം, ഷഹ്റുല്ലയാണ്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വശഅബാനു ശഹ്രി, ശഅബാൻ എന്റെ മാസമാണ്, അത് മുഹമ്മദ് റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്തുകളുടെ മാസം, സ്വലാത്തിന്റെ മാസം ശഅബാൻ. ഫർളുകളും അതുപോലെ തന്നെ തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു പുനഃപരിശോധന എന്ന് ക്രമീകരിക്കാൻ പറ്റുന്ന ഒരു ക്രോഡീകരണ ഹദീസിന്റെ വചനങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാസം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ലളിതമായ വ്യാഖ്യാനമാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. അത് റജബിൽ വർദ്ധിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ വർദ്ധിപ്പിക്കണം 12,000 പ്രാവശ്യം റജബില് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം എന്നാ. റജബ് മാസം പോകുന്നതിന് മുമ്പായിട്ട് എത്ര പ്രാവശ്യം? 12,000 പ്രാവശ്യം ഓതിയാൽ ഖബറിലെ ശിക്ഷ തന്നെയില്ല. ഈ ചെറിയ അധ്യായം 12,000 വട്ടം ഓതിക്കോ റജബ് തീരുന്നതിന് മുമ്പായിട്ട്, ഖബറിലെ ശിക്ഷയിൽ എന്റെ വക പറഞ്ഞതല്ല. ഇമാം ഗസാലിയുടെ മുക്കാശഫയിൽ അത് സംബന്ധമായിട്ടൊരു ഹദീസിൽ പറയുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ഏതായാലും ഒരു മനുഷ്യൻ ഖുർആനിന്റെ 1/3 ഓതിയാൽ കിട്ടുന്ന കൂലി എന്തോ അതുപോലത്തെ മറ്റൊരു കൂലി കിട്ടാൻ ഒരു ഖുൽ ഹുവല്ലാഹു ഓതിയാ മതി. എന്ന് വെച്ചത് 3 ഓതിയ ഖത്തോതി എന്നല്ല അതിനർത്ഥം. അങ്ങനുണ്ടോ? 1000 കോഴിക്ക് അരക്കാട അല്ലേ? നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് ഒരു കാട മുട്ടയുടെ വില ചോദിച്ചു. അപ്പൊ ഏകദേശം 2 രൂപ 50 പൈസ ആയിരിക്കും, 2 രൂപ ആയിരിക്കും. 1000 കോഴിക്ക് 1000 കോഴിയെ കോഴിമുട്ട അതിനെ ഈക്വൽ ആക്കിയിട്ട് കിട്ടുന്ന ആ പൈസയും കണക്കൂട്ടി. എന്നിട്ട് ഇത് രണ്ടും കൂടി തുല്യമാണല്ലോ ഇപ്പൊ ഫലത്തില്. അതിന് വല്ല അരക്കാടയുടെ കാശ് കൊടുത്താൽ പറ്റുമോ? പറ്റൂല. ഫലത്തിൽ, അതിന്റെ ഉപയോഗത്തിൽ ഒരു മനുഷ്യന് 3 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ ഒരു ഖുർആനിന്റെ 1/3 3 വട്ടം ഓതിയ കൂലിയ കിട്ടാം. 3 ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു ഖത്ം ഓതിയ ഏകദേശം കൂലി കിട്ടും. പക്ഷെ അത്രയും വലിയ കൂലി കിട്ടുന്നുണ്ടല്ലോ. 600-ൽ പരം വരുന്ന പേജുകൾ ഓതാൻ ഈ ചെറിയ 2-3 വരികൾ കൊണ്ട് സാധിക്കുന്ന ഒരു വലിയ പ്രതിഫലം നേടൽ ഈ അധ്യായത്തിലൂടെ സാധ്യമെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എപ്പോഴും ഫാത്തിഹ വിളിക്കുമ്പോൾ 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു ഓതും. ഫലക്കും നാസും ഓരോന്ന് ഓതുള്ളൂ. എന്തുകൊണ്ട്? അത് ഖുർആൻ ഓതി തീർത്ത പോലെ ആക്കി വെക്കാം. അതിന്റെ പ്രതിഫലം ഒരുപാട് ഫാത്തിഹ വിളിച്ചപ്പോ അതിനൊക്കെ ഖുൽ ഹുവല്ലാഹു 3 വീതം നമ്മൾ കുറെ ഓതിയിട്ടുണ്ട്. അല്ലാഹു അതിനൊക്കെ ഖത്തമിന്റെ കൂലി തന്ന് അനുഗ്രഹിക്കട്ടെ. ഞാൻ സുദീർഘമാക്കുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ അകത്തേക്ക് കടന്നു ചെന്നപ്പോ ഒരു മനുഷ്യൻ ദുആ ചെയ്യുകയാണ്. അസ്അലുക യാ അല്ലാഹു യാ അഹദു യാ സമദു യാ മൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ് അധ്യായത്തിന്റെ വചനങ്ങൾ ഓതിയിട്ട് ഒരാൾ ദ്വാരക്കാണ്, പടച്ചവനെ പറ്റിയാണല്ലോ ഇതിൽ പറയുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടുകൊണ്ടാ ചെല്ലുന്നത്. ആ സമയം ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അത് ഓതിയിട്ട് ദ്വാരുന്ന ആൾക്ക് അള്ളാഹു പാപങ്ങൾ പുറത്തു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വട്ടം പറഞ്ഞു. കാരണം അത് വലിയ സ്ഥാനത്താണ് ഈ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ടുള്ള ദുആ. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ കബീറിൽ ആ ഹദീസ് പറയുന്നതായി കാണാം. ഒരു ഹദീസും കൂടി പറയാം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാനായ അബൂദർനിൽ ഗിഫാരി അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു, അയഅജിസു അഹദുക്കും അൻ യഖറഅ ഫീ ലൈലത്തിൻ സുലുസൽ ഖുർആൻ, ഖുർആന്റെ 1/3 ഓതാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ എങ്ങനെ ഇപ്പൊ ഖുർആന്റെ 1/3 ഓതാ?
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയോ, എന്നാൽ ഖുർആന്റെ 1/3 പ്രതിഫലത്തോട്, അത് ഓതിയ പ്രതിഫലത്തോട് ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് കിടപിടിക്കുമെന്ന് പുണ്യ നബി സ്വഹീഹ് മുസ്ലിം ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. റജബിന്റെ ഒരു സമ്മാനമാണിത്. ഖുൽ ഹുവല്ലാഹു അഹദ് അധ്യായം 3 വട്ടം ഓതിയാൽ, 3 വട്ടം ഓതിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ 3 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക വഴി പരിശുദ്ധമായ ഖുർആനിന്റെ 1/3 കിടപിടിച്ചു കഴിഞ്ഞ പ്രതിഫലത്തിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിം മറ്റൊരു ഹദീസിൽ കാണാം, ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഖത്ം ഓതിയിട്ടേ കിടക്കാവൂ എന്ന് മഹ്ദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഹബീബ് പറഞ്ഞു, ആ ഒരു ഖത്മുൽ ഖുർആൻ ഉറങ്ങുന്നതിന് മുമ്പ്, കിടക്കുന്നതിന് മുമ്പ് ഓതി തീർക്കണമെന്ന് പറഞ്ഞത് 3 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതലാം. പരിശുദ്ധമായ റജബ് മാസം നമ്മോട് ഇതൊക്കെ തന്നെയാ പറയുന്നത്. പാപം പൊറുക്കാൻ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാ മതി. ഒരു ഹദീസ് കേട്ടോളൂ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ, ഐശ്വര്യമുണ്ടാവാൻ ഖുൽ ഹുവല്ലാഹു അഹദ്. ഇമാം ഖുർത്തുബി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, അൻ സഹൽ ഇബ്നു സഅദ് അസ്-സാഇദി റളിയല്ലാഹു അൻഹു ഖാല ശകാ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-ഫഖറ വലീഖൽ മഈശ. ഒരിക്കൽ ഒരു സഹാബി വന്നുകൊണ്ട് ഹബീബിനോട് സങ്കടം പറഞ്ഞു, നബിയെ, സാമ്പത്തിക പ്രയാസങ്ങളാ, ഞെരുക്കങ്ങളാ. അവിടുന്ന് സ്വഹാബിയോട് പറഞ്ഞു, മോനെ, ഇദാ ദഖൽതൽ ബൈത ഫസല്ലിം ഇൻ കാന ഫീഹി അഹദ്. വീട്ടിൽ ഐശ്വര്യമുണ്ടാവാൻ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ ഈ സൂറത്ത് ഓതിയാ മതി. വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വീടിന്റെ വാതിൽക്കൽ നിൽക്കുന്ന നിന്റെ കുടുംബക്കാരനോട് നീ സലാം പറയണം. ഒന്നാമത് വേണ്ടതാ. ഇനി ആരും നിന്റെ വീട്ടിലില്ല, നീ തനിച്ചാണ് കയറി ചെല്ലുന്നത് എങ്കിൽ അവിടെ നീ പറയണം, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. ഇപ്പൊ ഈ ഓഡിറ്റോറിയത്തിന്റെ അകത്തേക്ക് ഞാൻ കടന്നു വന്നപ്പോ ഞാനാണ് ആദ്യം കയറി വന്നതെന്ന് വെക്കാം. ഇന്നിപ്പോ യാദൃശ്ചികമായിട്ട് അങ്ങനെ സംഭവിച്ചു, അല്ലെ ലാസ്റ്റ് ഞാൻ അവരില്. അപ്പൊ ഇന്ന് ഞാൻ കയറി വന്നപ്പോ ആരുമില്ല. അങ്ങനെയെങ്കിൽ ഞാൻ എന്ത് പറയണം? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ എന്ത് പറയണം? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അത് പറയണം. അത് നമ്മുടെ നഫ്സിന് തന്നെ നമ്മൾ സലാം പറഞ്ഞതാ. സലാം ഒഴിവല്ല. സലാം പറയല്, സമയമുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരാം. സലാം പറയലും റസബിന്റെ ബർക്കത്താണ്. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. ഒരാൾ തനിച്ച് ഒരിടത്തിലേക്ക് കയറി ചെല്ലുമ്പോ, സ്വന്തം വീട്ടിലേക്കാണെങ്കിൽ പോലും ആരുമില്ലെങ്കിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. ആരെങ്കിലും ഉണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒളു മുറിഞ്ഞാൽ കുഴപ്പമില്ലെങ്കിൽ ഭാര്യയോടെ കണ്ട് കയ്യും കൂടി കൊടുക്കാന്നുള്ളതാണ്. ഒതു മുറിഞ്ഞാൽ കുഴപ്പമില്ലെങ്കിൽ മിക്കവാറും പ്രശ്നം ഒരു കുടുംബത്തിലധികം എന്ത് വിഷയത്തിലായിരിക്കും? ഈ മനുഷ്യന്റെ ഒളു കളഞ്ഞു, ആ വിഷയത്തിലാണ് മിക്കവാറും ഒരു വീട്ടിൽ ആദ്യം തുടങ്ങുന്നത്. സ്നേഹത്തിന്റെ വഴക്കുകൾ അങ്ങനെയാണ്. ഒളു കളഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ചിലപ്പോ അവരേറ്റവും കൂടുതൽ നവാക്കുതിൽ ഒളുവാണ്, ഒളു കളയുന്ന പാർട്ടിയാണ്. ചിലപ്പോ അങ്ങോട്ടും പ്രതീക്ഷിക്കാത്തോടത്തിൽ വന്നിട്ട് തട്ടി ഒളു മുറിയില്ല. ഇങ്ങനെ ഒളു മുറിഞ്ഞാൽ കുഴപ്പമില്ലാന്ന് വരുന്ന ഘട്ടത്തിലാണ് എന്ത് ചെയ്യാ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ കൈയൊക്കെ കൊടുത്താൽ, ഇപ്പോ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാത്ത ഭാര്യയാണ് ചോദിക്കുന്നത്, എന്തുട്ടൊന്ന് പറ്റിയെന്ന് ചോദിക്കും. അല്ലെ? കൈയൊന്ന് കൊടുത്താ സ്നേഹം പരസ്പരമിൽ വളർത്താൻ നല്ലതാ, അത് കാരണം ഈമാൻ ശരിക്കുറയ്ക്കുന്നതാ. ഈമാൻ ഉറച്ചവരോ കടക്കും സ്വർഗമിൽ. ഇതുപോലെ തന്നെ ഹദീസ് കാണാം മുസ്ലിമിൽ. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണത്. കൈ കൊടുത്താൽ സ്നേഹം വരും. 2 കൈകൾ അങ്ങനെ കോർക്കുന്നോടത്ത് പാപങ്ങൾ പൊഴിഞ്ഞു വീഴുന്നത് ഞാൻ കണ്ടു. സയ്യിദുനാ റസൂലുള്ളാഹി. പാപങ്ങൾ പൊഴിഞ്ഞു വീഴും 2 കൈ അങ്ങ് കൊടുക്കുമ്പോ. അങ്ങനെയാണ്, ഞാൻ അതിലേക്ക് വരുന്നില്ല. ഏതായാലും മനുഷ്യൻ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ ആ മനുഷ്യന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സലാം പറയാ, ഇല്ലെങ്കിലോ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ എന്ന് പറയാ. എന്നിട്ടോ അല്ലാഹുവിന്റെ ഹബീബ് അബൂ ദർദാഇനോട് പറഞ്ഞു, ആ സ്വഹാബിയോട് പറഞ്ഞു, എന്നിട്ട് മോനെ 1 വട്ടം നീ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണേ. ഒറ്റ പ്രാവശ്യം മതി. നമ്മൾ പുറത്തുനിന്ന് വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം. അങ്ങനെ സ്വഹാബി ചെയ്തു. ഫഫഅല റജുലു
ആ സ്വഹാബി അങ്ങനെ ചെയ്തു. ആ സ്വഹാബിക്ക് അല്ലാഹു റിസ്ഖുകളെ ഒഴുക്കി കൊടുത്തു. ഹത്താ ഫാല അലൈഹി ജീറാനുഹു, അയൽവക്കത്തേക്കും അതിന്റെ ബറക്കത്ത് കിട്ടി. ഖാല റസൂലുള്ളാഹി, അയൽവക്കത്തും കിട്ടി ബറക്കത്തെ, അയൽവക്കത്തും അതിന്റെ ബറക്കത്ത് കിട്ടി. അപ്പൊ റജബ് മാസത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് തൗഹീദിന്റെ പ്രതീകമാണ്. നമ്മളത് ഓതണം, അത് പരമാവധി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. സൂറത്തുൽ ഇഖ്ലാസ് കേട്ടോളൂ. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തൊരു ഉമ്മ ജീവിച്ചിരുന്നു. ഒരു സംഭവം കൂടി പറയാം. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തൊരു ഉമ്മ ജീവിച്ചിരുന്നു. അവരുടെ പ്രത്യേകത, റജബ് മാസം വരുമ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കും. എല്ലാ ദിവസവും അവർ ഖുൽ ഹുവല്ലാഹു അഹദ് അധ്യായം ഓതൽ തുടങ്ങി. കുറെ ഓതി. ഒരു റിവായത്ത് അനുസരിച്ച് 12 ഓതിയെന്ന, ഒരു റിവായത്ത് 1000 ആണെന്ന് പറയുന്നുണ്ട്, ഒരു റിവായത്ത് 12,000 എന്ന് പറയുന്നു. നമുക്ക് ടോട്ടലി റജബിൽ ഒരു 12,000 ഓതണം. ഈ ഉമ്മ റജബ് മാസം വന്നു കഴിഞ്ഞാൽ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ പാരായണം ചെയ്യും. റജബ് വരുമ്പോഴേക്കും മരിക്കാൻ തയ്യാറായി നിൽക്കും അവര്. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നല്ലേ അർത്ഥം. ഒരു മരണം പ്രതീക്ഷിക്കാൻ റജബിൽ മരിക്കാൻ കുതിക്കും. റജബിൽ ജനിച്ച് റജബിൽ വഫാത്തായ മഹാനായ ഖാജ മുഈനുദ്ദീൻ അൽ-ചിശ്തി അൽ-അജ്മീരി. റജബ് മാസത്തിൽ ഒരുപാട് മഹാന്മാരുടെ മരണം ഉണ്ടായിട്ടുണ്ട്. റജബ് മാസത്തിൽ ഒരുപാട് അള്ളാന്റെ ഔലിയാക്കളുടെ മരണം. തൃശൂർ ജില്ലയിലുണ്ടല്ലോ ഒരു മഹാൻ, വരവൂര് മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പ, കറാമത്തുകളുടെ കലവറ. ജീവിച്ചിരുന്നപ്പോൾ സൂക്ഷ്മതയും, മഹാപണ്ഡിതന്മാർ മഹാനവറുകളെ സന്ദർശിക്കാൻ വരികയും അവിടുത്തെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച, ഈ അടുത്ത കാലത്ത് നമ്മോട് യാത്ര പറഞ്ഞ, ഈ പ്രപഞ്ചം കണ്ട മഹാരഥന്മാരിൽ പ്രമുഖൻ, അള്ളാഹുവിന്റെ വലിയാണ്, കുത്തുബാണ്, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പ അൽ വരവൂരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. റജബ് മാസത്തിൽ അവിടുത്തെ ഉറൂസ് നടന്നുകൊണ്ടിരിക്കുക. ഈ മഹല്ലിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ അതിൽ പങ്കാളികളാകുന്നുണ്ട്. 10,000 ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ആ മഹാനുഭാവന്റെ ആത്മീയ തർബീയത്തിന്റെ പരിസരം പരിശുദ്ധമായ വരവൂര് മഖാം. ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നു. സൗകര്യമുള്ളവരൊക്കെ പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് മഹാന്മാർ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്ര പോയ റജബ് മാസം. ഖാജ മുഈനുദ്ദീൻ അൽ-ചിശ്തി അൽ-അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ആത്മീയ തർബീയത്ത് ആഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ ഖദമിൽ 10 വർഷത്തോളം മഹാനായ വരവൂര് ഷെയ്ഖ് പോയിരുന്നിട്ടുണ്ട്. മഹാനായ ഖാജയുമായി ആത്മീയ ബന്ധം. ഖാജ മഹാനവറുകളെ കേരളത്തിലേക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന് ഒരു സമ്മതം കൊടുത്ത് പറഞ്ഞേക്കാണ്. ആ മുന്നിൽ പോയി നിന്നാൽ മതി ഒരു മനുഷ്യന്റെ ഖൽബിലെ കറ കളയാൻ. അദ്ദേഹത്തിന്റെ ഒരു നോട്ടം, ആ മഹാനായ മനുഷ്യന്റെ ഒരു നോട്ടം മതി. അത്രത്തോളം അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് എത്തിപ്പെട്ട മഹത്തുക്കൾ അവർ പലരും യാത്ര പോയ പരിശുദ്ധമായ റജബ് മാസം. അള്ളാഹു റജബിന്റെ പുണ്യത്തിൽ ചെറുക്കട്ടെ. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തെ ഉമ്മ റജബ് വരുമ്പോ വിലപിടിപ്പുള്ള വസ്ത്രമൊക്കെ ശരീരത്തിൽ നിന്ന് മാറ്റിയിട്ട് വില കുറഞ്ഞ പഴയ വസ്ത്രം ധരിക്കും. റജബിനോടുള്ള ആദരവ് കൊണ്ട് വിനയം കാണിക്കുന്നതാണ്. പരിപരുത്ത വസ്ത്രം ധരിക്കും. അങ്ങനെ അവർ നിരന്തരമായി പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ ഓതിക്കൊണ്ടേയിരുന്നു. അവര് റജബിൽ രോഗിണിയായി അവർ റജബിൽ മരണപ്പെട്ടു. മരിക്കുന്നതിന് മുമ്പ് മകനോട് വസിയത്ത് ചെയ്തു, മോനെ, ഉമ്മ മരിച്ചു കഴിഞ്ഞ ഉമ്മ ഇട്ടിരിക്കുന്ന ഈ പഴയ വസ്ത്രത്തിൽ തന്നെ, അതുപോലെ ഉമ്മ അവിടെ മാറ്റി വെച്ചിട്ടുള്ള പഴയ കഫൻ പുടവേണ്ട വില കുറഞ്ഞത്, അതിൽ ഉമ്മാനെ കഫൻ പുതിയാവൂ, വിലപിടിപ്പുള്ള തുണിയൊന്നും മോൻ വാങ്ങരുതിട്ടോ എന്ന് മോനോട് വസിയത്തേൽപ്പിച്ചു. റജബിൽ തന്നെ ഉമ്മ റജബിൽ മരണപ്പെട്ടു. അപ്പോൾ ആ നാട്ടിലെ അറിയപ്പെട്ട ഒരു തറവാട്ടിലാണ് ഈ ഉമ്മ ജീവിച്ചത്. ഈ മകനും തരക്കേടില്ലാത്ത ബിസിനസ്സും നാട്ടുകാരുടെ ഇടയിൽ വലിയ പേരും പ്രശസ്തിയുള്ള മകനാണ്. ഉമ്മാന്റെ മയ്യത്ത് ഒരു പഴയ തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്നത് നാട്ടുകാർ കണ്ടെന്തെങ്കിലും പറയോ എന്നോർത്ത് മോൻ പോയിട്ട് ഒരു വലിയ ഷോപ്പിൽ നിന്നും വിലപിടിപ്പുള്ള ഒരു വസ്ത്രം വാങ്ങി കഫൻ പുടവ കൊണ്ടുവന്ന വിലപിടിപ്പുള്ള തുണിയിൽ ഉമ്മാടെ മയ്യത്ത് പൊതിഞ്ഞു. അങ്ങനെ ഖബറിൽ കൊണ്ടുപോയി വെച്ചു. സ്വാഭാവികമായി മയ്യത്ത് മറമാടലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അന്ന് രാത്രി വീട്ടിൽ വന്ന് കിടന്നു. ആ ചെറിയ മയക്കത്തിൽ ഉമ്മാടെ വേർപാടിന്റെ വേദനയിലും ഒരു ചെറിയ മയക്കമുണ്ടായി. ആ ഉറക്കത്തിൽ മോൻ ഉമ്മാനെ സ്വപ്നം കണ്ടു. ഉമ്മ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, മോനെ മോനെ ഞാൻ നിന്നോടൊരിക്കലും പൊരുത്തപ്പെടൂല, ഞാൻ നിന്നോടൊരിക്കലും പൊരുത്തപ്പെടൂല. എന്താ കാരണം എന്നറിയില്ലേ? അന്നക്കല്ലം തഅമൽ ബിവസിയത്തി, ഞാൻ വസിയത്താ നിന്നോട് പറഞ്ഞത് മരിക്കുന്നതിന് മുമ്പ് എന്നെ പഴയ തുണിയില് മറവ് ചെയ്താൽ മതി എന്ന്. നീ അത് നടപ്പാക്കിയില്ലല്ലോ, അതുകൊണ്ട് നിന്നോട് ഞാൻ പൊരുത്തപ്പെടൂല മോനെ.
അങ്ങനെ ഈ മകൻ ഉറക്കിൽ നിന്നും ചാടി എണീറ്റ് പേടിച്ചറണ്ട് അദ്ദേഹം ആ പഴയ തുണി എടുത്തു. എന്നിട്ടും ആ പഴയ തുണിയായിട്ട് ഉമ്മാനെ മറവ് ചെയ്ത ഖബറിന്റെ സമീപത്തേക്ക് പാതിരാക്കി ചെന്നു. എന്റെ വക പറയാല ഇമാം ഗസാലിയുടെ മുക്കാശഫയിൽ ഇത് കൃത്യമായി തന്നെ മഹാനവറുകൾ രേഖപ്പെടുത്തുന്നു. അവിടെ ചെന്നിട്ടോ, അവിടെ ചെന്നുകൊണ്ട് ഈ മനുഷ്യൻ ഖബർ മാന്തി, ഉമ്മാന്റെ ഖബർ മാന്തി. സുബ്ഹാനല്ലാഹ്, ഫലം യജിദ്ഹാ ഫീഹി, ഖബറിന്റെ മൂടപ്പലക തുറന്നു നോക്കി. ആ മഹദിയായ ഉമ്മ ഖബറിലില്ല. പേടിച്ചു പോയി. പെട്ടെന്നതാ കുറെ നേരമായി ഇരുട്ടിൽ അദ്ദേഹം തപ്പിയും തടഞ്ഞു നിന്നു. കരയാൻ തുടങ്ങി. പെട്ടെന്ന് ആകാശത്ത് നിന്നും ആരോ വിളിച്ചു പറയുന്ന ഒരു ശബ്ദം, നിനക്കറിയില്ല റജബ് മാസത്തെ ആദരിച്ചുകൊണ്ട് അള്ളാഹുവിന് വഴിപാടുകളുമായി ആരെങ്കിലും കഴിഞ്ഞുകൂടിയാൽ ആ മനുഷ്യനെലാനുഹു ഖബറിൽ അല്ലാഹു ഒറ്റക്ക് ഉപേക്ഷിക്കൂല എന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അറിയില്ലെങ്കിൽ മനസ്സിലാക്കിക്കോ, ഖബറിലെ ശിക്ഷയും അദാബൊന്നും ആ മനുഷ്യർക്ക് ഉണ്ടാവില്ല. അവര് സ്വർഗത്തിലേക്ക് പറക്കാം. ഖബറിൽ അവരെ ഞാൻ ഒറ്റക്കിടൂല, ഞാൻ അവരെ എന്റെ സാമീപ്യത്തിലേക്ക് ചേർക്കും എന്നത് നീ അറിഞ്ഞു വെച്ചോ എന്ന് മകന് ഒരാ ശരീരം കിട്ടിയതാണ്. ഈ ഉമ്മയുടെ പ്രത്യേകത ഇമാം ഗസാലി രേഖപ്പെടുത്തുന്നു. കാനത്ത് തഖറഉ കുല്ല യൗമിൻ മിൻ റജബിൻ ഖുൽ ഹുവല്ലാഹു അഹദ് 12000 മറ, 12000 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് റജബ് മാസത്തിൽ ഓതാറുണ്ടായിരുന്നു. എല്ലാ ദിവസവും അവർ ഓതിയിരുന്നു. എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും എല്ലാ ദിവസവും ഓതണം. ആ ഓതിയിട്ട് ഒരു മാസം കൊണ്ട് ഒരു വട്ടമെങ്കിലും എത്ര എണ്ണം? 12000 പ്രാവശ്യം ഓതാൻ ശ്രമിക്കണം. അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.